വല്ലാത്ത ക്ഷീണം, പെട്ടെന്നുണ്ടാവുന്ന മൂഡ് ചേഞ്ചസ്, ഓർമ്മക്കുറവ്, ദഹനക്കുറവ്, ചുണ്ടുകളിലും വായിലുമൊക്കെ ഉണ്ടാവുന്ന പൊട്ടലുകൾ, സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവുക, റാഷസ് വരിക എന്നീ പല പല പ്രശ്നങ്ങളുമായി നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ നിർദ്ദേശം പെട്ടെന്ന് പോയൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക എന്നതായിരിക്കും. അങ്ങനെ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ വിറ്റാമിൻ ബിയുടെ അളവ് കുറവാണെന്ന് കണ്ടാൽ ഡോക്ടർ നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ നിർദ്ദേശം പെട്ടെന്ന് തന്നെ വിറ്റാമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നതായിരിക്കും. അപ്പോൾ എന്താണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിന് മുന്നേയുള്ള വീഡിയോയിലെ പോലെ തന്നെ വലിയ വലിയ സയൻറ്റിഫിക് ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കിതൊന്ന് നോക്കാം. വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്നത് വെള്ളത്തിൽ ലയിക്കുന്ന 8 വളരെ പ്രധാനപ്പെട്ട വിറ്റാമിനുകളുടെ ഒരു കൂട്ടമാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ മെറ്റബോളിസത്തിനും പിന്നെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും വളരെ അത്യാവശ്യമായ ഘടകങ്ങളാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. ഇനി നമുക്ക് വിറ്റാമിൻ ബി കോംപ്ലക്സിൽ അടങ്ങിയ 8 വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ B1, B2, B3, B5, B6, B7, B9, B12 എന്നിവയാണ് ഇവ. ഈ 8 വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് നമ്മുടെ ആഹാരത്തിൽ നിന്നാണ്. നമ്മുടെ ചെറുകുടലിൽ വെച്ചാണ് ഈ വിറ്റാമിൻസ് ആഗിരണം ചെയ്യപ്പെടുന്നത്. വിറ്റാമിൻ B1 നമുക്ക് കിട്ടുന്നത് അരി, ഗോതമ്പ്, ഓട്സ് എന്നീ ധാന്യങ്ങളിൽ നിന്നും ബീൻസ് പോലെയുള്ള പയർവർഗ്ഗങ്ങളിൽ നിന്നുമാണ്. വിറ്റാമിൻ B2 നമുക്ക് കിട്ടുന്നത് പാലുൽപ്പന്നങ്ങളിൽ നിന്നും മുട്ട, ഇലക്കറികൾ, ബദാം എന്നിവയിൽ നിന്നുമാണ്. വിറ്റാമിൻ B3 നമുക്ക് കിട്ടുന്നത് ധാന്യങ്ങൾ, മത്സ്യം, നിലക്കടല, മുട്ട, ചിക്കൻ എന്നിവയിൽ നിന്നാണ്. വിറ്റാമിൻ B5 നമുക്ക് കിട്ടുന്നത് മധുരക്കിഴങ്ങ്, ചിക്കൻ, തൈര് എന്നിവയിൽ നിന്നാണ്. വിറ്റാമിൻ B6 നമുക്ക് കിട്ടുന്നത് ചെറുപയർ, വാഴപ്പഴം, ഉരുളക്കിഴങ്ങ് എന്നിവയിൽ നിന്നാണ്. വിറ്റാമിൻ B7 നമുക്ക് കിട്ടുന്നത് മുട്ട, നട്ട്സ്, സീഡ്സ്, മധുരക്കിഴങ്ങ് എന്നിവയിൽ നിന്നാണ്. വിറ്റാമിൻ B9 നമുക്ക് കിട്ടുന്നത് ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, നാരങ്ങ എന്നിവയിൽ നിന്നാണ്. വിറ്റാമിൻ B12 നമുക്ക് കിട്ടുന്നത് ഇറച്ചി, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നാണ്. വിറ്റാമിൻ B6, B9, B12 എന്നിവ കുറഞ്ഞാൽ ക്ഷീണവും തളർച്ചയും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വിറ്റാമിൻ B2, B3, B5, B7 എന്നിവ കുറഞ്ഞാൽ സ്കിന്നും മുടിയും നഖവും ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വിറ്റാമിൻ B1, B6, B12 എന്നിവ കുറഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹം അഥവാ നെർവസ് സിസ്റ്റമാണ് പ്രശ്നത്തിലാവുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു ഡോക്ടർ വിറ്റാമിൻ ബി സപ്ലിമെന്റ് എഴുതുക എന്ന് നോക്കാം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും B6, B9, B12 എന്നീ വിറ്റാമിൻസ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും നെർവസ് സിസ്റ്റം ഡെവലപ്മെൻറ്റിനും അത്യാവശ്യമാണ്. അതുപോലെ നല്ല പ്രായമുള്ളവർക്ക് വയറിൽ ആസിഡ് കുറവായിരിക്കും. അതുപോലെ വിറ്റാമിൻ ബി ആഗിരണം ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങളും കുറവായിരിക്കും. ഈ സാഹചര്യത്തിൽ വിറ്റാമിൻ B12 അല്ലെങ്കിൽ ബി കോംപ്ലക്സ് വിറ്റാമിൻസ് സഹായകമാണ്. പൊതുവെ നല്ല ക്ഷീണമുള്ളവർക്കും ഊർജം കുറവുള്ളവർക്കും പല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നിയന്ത്രിതമായി ആഹാരം നൽകുന്നവർക്കും വിറ്റാമിൻ ബി കോംപ്ലക്സ് വളരെ സഹായകമാണ്. അതുപോലെ നാഡീപരമായ ആരോഗ്യ പ്രശ്നം ഉള്ളവർക്കും B1, B6, B12 എന്നീ വിറ്റാമിൻസ് സഹായകമാണ്. ഈ വീഡിയോയിലൂടെ എന്താണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്, ഏതൊക്കെയാണ് ബി കോംപ്ലക്സിൽ അടങ്ങിയിരിക്കുന്ന 8 വിറ്റാമിനുകൾ, ഓരോ വിറ്റാമിൻ കുറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഈ ഓരോ വിറ്റാമിനും ഏതൊക്കെ ആഹാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നീ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ.